നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടു എന്ന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രേക്ഷകർ ഇതിനകം തന്നെ കണ്ടിട്ടുണ്ടാകണം. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ റിപ്പോർട്ടറിനൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാമോ? കേൾക്കാം. നിറത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ഈ കാലത്ത് 2025 മാർച്ച് മാസം അവസാനത്തെ ആഴ്ച ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നത് തന്നെ 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്തിരുന്നുകൊണ്ട് നമ്മൾ നേരിടുന്ന ഒരു വലിയ ഗതികേടാണ് എന്നതാണ് ഈ പോസ്റ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത്. കാരണം ഇന്നത്തെ തലമുറ ഈ നിറമെന്ന് പറയുന്നത് അവർക്ക് ദാറ്റ് ഡസൻറ്റ് മാറ്റർ എന്ന് പറയുന്ന മക്കളുള്ള അമ്മമാരാണ് നമ്മൾ രണ്ടുപേരും. അപ്പോഴാണ് ഇത്രയും ഉയർന്ന ഒരു പദവിയിലിരിക്കുന്ന ഒരാളെ ആ പദവിയിൽ അവരെത്തിയ ആ കഴിവിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്, നിറത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ അങ്ങയുടെ മുന്നിലേക്ക് വരുന്നു എന്ന് പറയുന്നത് അത് ശരിക്കും നമ്മളെയൊക്കെ ഒന്ന് ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിട്ടാണ് തോന്നുന്നതല്ലേ? എനിക്ക് ആക്ച്വലി തിരിച്ചാണ് തോന്നിയിട്ടുള്ളത്. കേരളം പോലെയുള്ളൊരു സംസ്ഥാനമായതും കൂടി കൊണ്ടാണ് ഇതിന് ഇത്രയും ശ്രദ്ധ എവിടെ കിട്ടുന്നത്. അപ്പം ശ്രദ്ധ കൊടുക്കാനായിട്ടും ഇത് പ്രതികരിക്കാനും കഴിവുള്ള ക്ഷമതയുള്ള ആർജവമുള്ള ഒരു സമൂഹമല്ലേ കേരളം. അതുകൊണ്ട് എവിടെയെങ്കിലും ഇത് പ്രതിരോധിക്കാൻ പറ്റുമെങ്കിൽ അത് കേരളത്തിലായിരിക്കും. മാഡം, ഇപ്പോൾ ഇത് നമ്മൾ അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സംസ്കാരം എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഈ ആളുകൾ നിറത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുക എന്ന് പറയുന്നത്, നിറത്തിൻ്റെ പേരിൽ ആളുകളെ പഴയ കാലത്ത് നമ്മൾ വർണ്ണവിവേചനം എന്ന് പറയുന്ന ആ ഒരു ടാഗ് അത് വെച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളിൽ തന്നെ ചർച്ചയായ അതിൽ നിന്നൊക്കെ എത്രയോ ദൂരം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മളിത് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ്. പക്ഷേ ഇവിടെ ഇതൊരു അധിക്ഷേപമല്ല, ഇതൊരു തുറന്നുകാട്ടലിന് നമുക്കൊരു സമയം കിട്ടുന്നു എന്ന രീതിയിൽ എടുത്തുകൂടെ? തീർച്ചയായിട്ടും ഇത് തുറന്ന് കാട്ടേണ്ട വിഷയം തന്നെയാണ്. നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇത് ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടതാണ്. കേരളത്തിൽ നമ്മളുടെ എല്ലാ വീടുകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ് നിറത്തിനോടുള്ള നമ്മുടെ മനോഭാവം, കറുപ്പിനോടുള്ള മനോഭാവം, കറുപ്പല്ലാത്തവരോടുള്ള മനോഭാവം, അതിലുള്ള അന്തരം എന്നുള്ളതും ഈ അന്തരം ഈ നമ്മുടെ കാഴ്ചപ്പാടിലെ അന്തരം കൊച്ചു മനസ്സുകളിൽ ഉണ്ടാക്കുന്ന ആഘാതം എന്താണ് എന്നറിയാതെ പോയാലും അറിഞ്ഞാലും അത് കൂട്ടാക്കാതെ പോകുന്നതും. കാരണം ഇതാണല്ലോ നമ്മുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ്. ആ ഗോൾഡ് സ്റ്റാൻഡേർഡിന് എത്താത്തവർ ആരായാലും ശരി, അവർക്കെന്തോ കുഴപ്പമുണ്ട്, അവർക്കെന്തോ കുറവുണ്ട് എന്നുള്ള നമ്മുടെ മൊത്തത്തിലുള്ള ഇപ്പം വീടുകളിലും ഓഫീസുകളിലും സുഹൃത്ത് വലയങ്ങളിലും ഒക്കെ തന്നെ കാണുന്ന ഒരു പ്രശ്നം. അതിനെ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയുകയും കൂടി ചെയ്യട്ടെ. കറുപ്പായിട്ട് നിൽക്കുന്ന കുറേ മോഡൽസിനെ ഞാൻ ഫാഷൻ ഇതിൻ്റെ അകത്തും കുറച്ച് നാൾ എനിക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടെ ഒരു കാണുന്നവരിപ്പം മോഡൽസായിട്ട് നിൽക്കുന്നവരിൽ തന്നെ ഈ ഇരുണ്ട നിറം ഉള്ള മോഡൽസ് അവർ വളരെ ശക്തമായിട്ടുള്ളൊരു പ്രസൻസാണ് സ്റ്റേജിൽ വാക്ക് വേയിൽ കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് ആ പ്രസൻസ് അത്ര ശക്തമാകുന്നത്? അതിൽ പ്രധാനപ്പെട്ട സംഗതി അവർ കാണിക്കുന്ന ഒരു ഊംഫാണ്, അവരുടെ ഒരു സ്വാഗറാണ്, അവരുടെ ഒരു ഐഡൻറ്റിറ്റി അവിടെ വിളിച്ചു ഓതുന്നതിൽ ഒരു സങ്കോചമില്ലാതെ പ്രവർത്തിക്കുന്നതിൻ്റെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് വേണ്ടുന്നത്. നമ്മുടെ ഞാൻ പോസ്റ്റിൽ പറയാൻ ശ്രമിച്ചത് അതാണ്. നമ്മുടെ ഉള്ളിലെ കറുപ്പ്, നമ്മുടെ പുറത്തുള്ള കറുപ്പിനെ നമുക്ക് ഓണപ്പെയണം. അതിൽ അഭിമാനം കൊള്ളണം. അഭിമാനം എത്രത്തോളം കൂടുതൽ കൊള്ളുന്നുവോ അത്രത്തോളം ഇതിനെ അധിക്ഷേപിക്കാനുള്ള പ്രവണത കുറയും. മാഡം നോക്കൂ, ഇപ്പോൾ നമ്മൾ ഈ ചാനലിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഞാനും അത്ര വെളുത്ത ഒരാളൊന്നുമല്ല. നമ്മൾ ഈ ഒരു മേക്കപ്പ് ഇടുമ്പോൾ അല്ലെങ്കിൽ മേക്കപ്പ് ഇല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒന്ന് കാണണം എന്നുള്ളൊരു കമൻറ്റ് സ്ഥിരമായി എത്രയോ വർഷങ്ങളായി കേൾക്കുന്നതാണ്. ഞാനതൊക്കെ ചിരിച്ചു തള്ളാറേ ഉള്ളൂ. കാരണം ആ പറയുന്ന ആളുടെ മനസ്സിൻ്റെ ഒരു ചുരുക്കം അല്ലെങ്കിൽ പറയുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഒരു ചുരുക്കം എന്നേ ഞാൻ കരുതാറുള്ളൂ. ഇവിടെ പക്ഷേ മാഡത്തെ കമ്പയർ ചെയ്യുകയാണ്. താങ്കളുടെ മെറിറ്റ് അല്ല ആ പറഞ്ഞ ആളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്നത് വ്യക്തമല്ലേ? ഈ മെറിറ്റിന് അപ്പുറം നിറത്തെ വലിയ എന്തോ സംഭവമാക്കി ഉയർത്തിക്കാട്ടുന്ന ആ ഒരു മാനസികാവസ്ഥ കൂടി മാറേണ്ടതല്ലേ? എൻ്റെ മെറിറ്റ് എന്ന നിലയ്ക്കുള്ള ഞാൻ അങ്ങനെയല്ല അതിൻ്റെ ആ കമൻറ്റിനെ കാണുന്നത്. ആക്ച്വലി ഈ നിറത്തിന് വെച്ചുകൊണ്ട് ഇപ്പം
രൂപത്തിൽ മാത്രമല്ല പ്രവർത്തനത്തിലും കറുപ്പ് കാണുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു കോൺട്രാസ്റ്റ് എന്ന നിലയ്ക്ക് ഇപ്പം ഈ കോൺട്രാസ്റ്റ് കൊണ്ടുവരുമ്പോഴത്തേക്കും അതിന് സിമിലി ആയിട്ട് കൊണ്ടുവരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് കൊണ്ടുവരേണ്ടുന്ന ആ ഒരു മനോഭാവത്തിനെയാണ്. തീർച്ചയായും. അതുപോലെ തന്നെ മാഡം ഈ ചീഫ് സെക്രട്ടറിയായി വന്നതിന് ശേഷമുള്ള മാസങ്ങളെക്കുറിച്ചൊക്കെയാണല്ലോ ഇത് പറയുന്നത്. അതായത് താങ്കളുടെ ഭർത്താവ് കൂടിയായ മുൻ ചീഫ് സെക്രട്ടറിയുമായിട്ടുള്ളൊരു കമ്പാരിസൺ, അതിൽ ഈ പറയുന്ന ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള പ്രവർത്തന കാലഘട്ടത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ മെറിറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ഇതിൽ നമ്മൾ ഈ ലോകം മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏത് രാജ്യത്തുമുണ്ട് നല്ല രീതിയിൽ എക്സ്പ്രസീവായിട്ടുള്ള വെളുത്ത നിറമല്ലാത്ത മനുഷ്യർ. ഈ വെളുത്ത നിറമുള്ള മനുഷ്യർ ശരിക്കും കുറവാണ് ലോകം മുഴുവനുള്ള നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിക്കും ഇന്ത്യൻ സ്കിൻ എന്ന് പറയുന്നത് ഡസ്കിയാണ്, ബ്രൗൺ സ്കിന്നാണ്. അതിനെ വെളുപ്പിക്കാനായി ശ്രമിക്കുന്ന ആളുകളുണ്ട്. വലിയ രീതിയിൽ വെളുത്താൽ മാത്രമേ സൗന്ദര്യമുള്ളൂ എന്ന് കരുതുന്ന ആളുകളുണ്ട്. അപ്പോൾ സമൂഹത്തിൽ ശരിക്കും രണ്ട് രീതിയിലുമുള്ള ആളുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ 2025-ലും വെളുത്താൽ മാത്രമേ സൗന്ദര്യം ഉണ്ടാകൂ, അല്ലെങ്കിൽ വെളുത്തിരിക്കുന്നവരെല്ലാം സൗന്ദര്യമുള്ളവരാണ്, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് കൂടി നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. അതും തുറന്നു കാട്ടപ്പെടേണ്ടതല്ലേ? ഇവിടെ പറഞ്ഞപ്പോഴത്തേക്ക് മേക്കപ്പിൻ്റെ കാര്യം സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വെളുപ്പിക്കുന്നതിനല്ല മേക്കപ്പ്, നമ്മുടെ തന്നെ തനതായിട്ടുള്ള ഫീച്ചേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് എന്നുള്ള രീതിയിൽ തന്നെ മാറുന്നു എന്നുള്ളത് നമ്മുടെ യുവതലമുറയിൽ ഈ നിറത്തിനെ മറ്റൊരു രീതിയിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വളരെ ആശാവഹമായിട്ടുള്ള ഇൻഡിക്കേഷനാണ്. അതായത് ഇപ്പോഴത്തെ നമ്മൾ പറയുമ്പോൾ ആൽഫ ജനറേഷൻ, ഒപ്പം തന്നെ ജെൻസി, ഈ രണ്ട് കാറ്റഗറിക്കും ഇതേക്കുറിച്ച് നന്നായിട്ട് അറിയാം. അവർ വെൽ അവെയർ ആണ്. ഇപ്പോൾ മാഡം മക്കളെക്കുറിച്ച് പറഞ്ഞല്ലോ, അവർക്കറിയാം എന്താണ് ശരി എന്നുള്ളത്, എങ്ങനെയാണ് നമ്മൾ സ്വയം പുറത്ത് കാട്ടേണ്ടത്, നമ്മുടെ ഒരു സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നതൊക്കെ അവർക്കറിയാം. പക്ഷേ അതിന് മുമ്പുള്ള ഒരു ജനറേഷൻ ഇപ്പോഴും അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നു. എനിക്ക് ഉറപ്പാണ് മാഡവുമായി സംസാരിച്ച വ്യക്തി ഈ ജെൻ എക്സിൽ പെടുന്ന ഒരാളാണ്, അതായത് 1990-കൾക്ക് മുൻപ് ജനിച്ച ഒരാളാണെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ തന്നെയല്ലേ? സംശയമില്ല. അപ്പോൾ ഈ ജനറേഷൻ മാറുമ്പോൾ നമ്മൾ പുതിയ തലമുറയെ വലിയ രീതിയിൽ ഉപദേശിക്കും, പക്ഷെ അവരിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നത് ഈ സംഭവം നമ്മളെ മനസ്സിലാക്കി തരികയല്ലേ? ഉറപ്പായിട്ടും ഞാനത് വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ പോസ്റ്റിൽ പറയുകയും ചെയ്തു. എൻ്റെ അവകാശതാ ബോധത്തിനെ മാറ്റി തരുന്നതിൽ എൻ്റെ മക്കൾക്ക് വലിയ പങ്കുണ്ട്. മാഡത്തിന് ഒരു അപകർഷതാബോധം തോന്നേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. യു ആർ വെരി ബ്യൂട്ടിഫുൾ. കാരണം മറ്റൊരു ചാനലിൻ്റെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആ പരിപാടിയിൽ അന്ന് ഡാൻസ് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അവിടെ ഉണ്ടായാൽ കൊള്ളാമെന്ന് പോലും തോന്നിയിരുന്നു. കാരണം അത്രയും സെൽഫ് എക്സ്പ്രസീവായ ഇരിക്കുന്ന പദവിയുടെ ഒരു ഭാരമൊന്നുമില്ലാതെ എത്ര നാച്ചുറലായിട്ടാണ് അവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായിരുന്നു. അല്ല, അവിടെ ഒരു നമ്മൾ അനൗപചാരികത, ബ്യൂറോക്രാറ്റ് ആയതുകൊണ്ട് അനൗപചാരികത പാടില്ല എന്നില്ലല്ലോ. അപ്പം നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മുടെ ജോലിയിലും പ്രതിഫലിക്കും. ഈ സ്റ്റാൻഡേർഡിൽ നിന്ന് മാറിയിട്ട് നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിനും നമ്മുടെ ജോലിയിലേക്ക് ചില കാര്യങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമ്മളായിട്ട് തന്നെ ഏത് പദവിയിലിരുന്നാലും ഏത് ജോലിയിലായാലും ജോലിയിലല്ലെങ്കിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. മാഡത്തിൻ്റെ പോസ്റ്റിലെ മറ്റൊരു കാര്യം കൂടി, അതായത് ഈ കുട്ടിക്കാലത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ കളറിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ താരതമ്യം ചെയ്യുന്നത്. അന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതും ഈ കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ടല്ലോ. തിരിച്ച് എന്നെ ഗർഭപാത്രത്തിലേക്ക് എടുത്ത് വെളുത്ത സുന്ദരിയായി പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ അമ്മയോട് ചോദിച്ച ആ ഒരു കുഞ്ഞിന് ഇപ്പോഴും ഈ ഒരു കമൻറ്റ് കേട്ടപ്പോഴും വേദനിച്ചോ? ഞാൻ അക്കാഡമിക് ഇൻട്രസ്റ്റിലൊന്ന് ചോദിച്ചതാണ്. കമൻറ്റ് കേട്ടപ്പോൾ വേദന ഒന്നും തോന്നിയില്ല. ഇങ്ങനെ ഒരു കമൻറ്റ് ഇപ്പം ആക്ച്വലി കൂടുതലും ഈ ഒരു വർക്കിൻ്റെ ഒരു കമ്പാരിസണിൽ ഉള്ളൊരു ഇറിറ്റേഷനാണ് ഉണ്ടാവുന്നത്. പിന്നെ പക്ഷേ അതിനെ റാപ്പ് ചെയ്യുന്നത് നിറത്തിൻ്റെ ഒരു പരിവേഷം കൊണ്ടാണ് എന്ന് വന്നപ്പോഴത്തേക്കും അതിനെ തന്നെ നമുക്കൊന്ന് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് വെച്ചിട്ടാണ് രാവിലത്തെ ഒരു പോസ്റ്റ് ഇട്ടത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് വിഡ്രോ ചെയ്യുകയും ചെയ്തു. പിന്നീട് തോന്നി
ഇല്ല, ഇതിനപ്പുറത്ത് ഒരു കഥയുണ്ട്. നമ്മൾ നിറത്തിനെ നമ്മൾ എങ്ങനെ കാണുന്നു, ഈ നിറം, ഈ കറുപ്പ് എന്നുള്ളൊരു സങ്കല്പം നമ്മുടെ ജീവിതത്തിൻ്റെ എന്തെല്ലാം ഭാഗങ്ങളെ അത് ബാധിക്കുന്നു എന്നുള്ളത്, അത് നമുക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരണം. ഞാനല്ലെങ്കിൽ ആര്? എനിക്ക് പറയാൻ പറ്റുന്നത്, എനിക്ക് കിട്ടുന്നൊരു ട്രാക്ഷൻ വാസ്തവത്തിൽ ഉപയോഗിക്കേണ്ടുന്ന ഒരു സമയം കൂടിയല്ലേ, ഒരവസരമല്ലേ എന്ന് തോന്നി. ഉറപ്പായും. കാരണം സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് അത്രയും ഉയർന്ന പദവിയാണ്. ആ പദവിയിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തുകയും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്നും അതിൽ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ആ രീതിയിൽ തന്നെയാണ് അതിനെ എടുത്തിരിക്കുന്നത്. വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ ഒരെണ്ണം പോലും താങ്കൾക്ക് എതിരായിട്ടില്ല. മാഡം പറഞ്ഞ കാര്യങ്ങൾ അത് ഈ സമൂഹത്തിൽ ഉള്ള ഒരു ചില പുഴുക്കുത്തുകളാണ്, അത് നമുക്ക് എടുത്തു മാറ്റണം എന്ന രീതിയിലാണ്. ആ പോസിറ്റീവായിട്ടുള്ള ഡിസ്കഷൻസിൽ സന്തോഷം തോന്നിയോ? വളരെ സന്തോഷം തോന്നി. എനിക്ക് വേറെ സന്തോഷം തോന്നിയത് എത്രയോ പേരിൽ ഈ കറുപ്പുചുറ്റി പറ്റിയിട്ടുള്ള വലിയൊരു കവിത, ഇപ്പോൾ ഉള്ളിലെ കവിത പുറത്തു വരാനായിട്ടുള്ള ഒരു ഇടമായിട്ടും കൂടി ഈ പോസ്റ്റിലെ കമൻറ്റുകളെ കാണാനായിട്ട് സാധിച്ചു. വളരെ വളരെ രസകരമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ ധാരാളം ഉണ്ടായി. പിന്നെ ശരിക്കും മനസ്സ് തൊട്ടത് എൻ്റെ ഈ അനുഭവം പലരും, ഇരുണ്ട നിറക്കാർ പലരും ഇത് ഞങ്ങളും അനുഭവിച്ചതാണ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഒരു സോളിഡാരിറ്റിയുടെ ഒരു ഫീലിങ്ങും ഉണ്ടായി, ആൻഡ് വാലിഡേഷൻ. ഉറപ്പായും ഇതുപോലെയുള്ള അനുഭവങ്ങൾ നേരിടുമ്പോൾ അതിനെയൊക്കെ തങ്ങളുടെ എന്തോ കുറവാണ് എന്ന് കരുതി അത് കേട്ട് മിണ്ടാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാകും. നീ കറുത്തതാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നീ കറുത്തതായതുകൊണ്ട് നിന്നെ ഈ ജോലിക്ക് വേണ്ട എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ കൂടിയുള്ള ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ മാഡം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ലോ, നമ്മൾ ദേഷ്യം ഇത് വരിക, മനസ്സിനകത്ത് കളങ്കം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിറം കറുപ്പാണ്. നമ്മൾ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നല്ലതല്ലാത്ത എന്തും കറുപ്പും, ശുദ്ധിയും വെളുപ്പും ഒക്കെ ഉള്ളത് എന്തും വെളുപ്പുമാണ് എന്നുള്ളൊരു ബൈനറി നമ്മുടെ തൊലിയുടെ നിറത്തിനപ്പുറത്തേക്ക് നമ്മൾ ഈ കളറിനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനെയും ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കറുപ്പ് എന്ന് പറയുന്ന ഇപ്പം അതുകൊണ്ട് തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള സ്ട്രഗിളിൻ്റെ, പ്രതിരോധത്തിൻ്റെ, എനർജിയുടെ നിറമാണ്. അത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സങ്കല്പമാണ് എന്നത് നമ്മുടെയൊക്കെ തന്നെ സാമൂഹ്യ ബോധത്തിൽ എത്തിക്കേണ്ടതുണ്ട്. അതായത് ഈ ഡാർക്ക്നെസ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ ഈവിൾ, ഡാർക്ക് മാജിക്, അങ്ങനെ ആ രീതിയിലാണ് കറുപ്പിനെ എപ്പോഴും ആട്രിബ്യൂട്ട് ചെയ്യാറുള്ളത്. ആ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് അതുകൂടി മാറേണ്ടതുണ്ട് എന്നതാണ് മാഡം ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ഇപ്പോൾ മാഡത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറുപ്പെന്ന് പറയുന്നത് ഒരു നിറം എന്നതിനപ്പുറം അതിലൊരു രാഷ്ട്രീയം കൂടിയുണ്ടല്ലേ? അത് തന്നെയാണ് പറയുന്നത്. ആ രാഷ്ട്രീയത്തിനെ നമ്മുടെ സ്വന്തമാക്കണം. അഭിമാനിക്കേണ്ടതായ ഒന്ന് അവനവൻ്റെ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിനപ്പുറം നിറമെന്ന് പറയുന്നത് അത് എപ്പോൾ വേണമെങ്കിലും, ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ സ്കിൻ സെൽസിന് എപ്പോൾ വേണമെങ്കിലും ഡീക്കേയിങ് സംഭവിക്കാം. അതുപോലെ തന്നെ സ്കിൻ സെൽസിൽ മാറ്റങ്ങൾ വരാം. ഏത് രീതിയിലും മാറാവുന്ന ഒന്ന് മാത്രമാണ് നമ്മുടെ തൊലിയും തൊലിയുടെ നിറവും. അത് തിരിച്ചറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ, അല്ലേ മാഡം? വളരെ നന്ദി മാഡം. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ ഈ സംഭാഷണത്തിൽ? ഇല്ല, നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ഫേസ്ബുക്കിലെ പ്രതികരണങ്ങളിലും ചിലതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ബേസിക്കലി ഒരു ഇൻഡോക്ട്രിനേഷൻ നമ്മളിൽ ഉണ്ടായിട്ടുള്ളത് അത് പൊളിച്ച് തിരുത്തി എഴുതേണ്ട സമയമായിരിക്കുന്നു. അതിന് ഉതകുന്ന വിധത്തിൽ എൻ്റെ പ്രതികരണത്തിന് സഹായിക്കുമെങ്കിൽ വളരെ സന്തോഷം. ഉറപ്പായും. അപ്പോൾ ഒരുപാട് സന്തോഷം മാഡം. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ഗംഭീര പെർഫോമൻസ് ആകട്ടെ. അപ്പോൾ കറുപ്പിനെയും വെളുപ്പിനെയും താരതമ്യം ചെയ്ത ആൾക്ക് നമുക്ക് കൊടുക്കാനുള്ള മറുപടി നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ. ഓൾ ദി ബെസ്റ്റ് ഡിയർ മാഡം. താങ്ക് യു.
ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് നമുക്കൊപ്പം തത്സമയം റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയത്. നിറത്തിന്റെ പേരിലാണ് ചീഫ് സെക്രട്ടറിയെ അധിക്ഷേപിക്കുന്ന തരത്തിലൊരു കമന്റ് വന്നത്. അതിനവർ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റും വലിയ രീതിയിൽ ചർച്ചയായി. തത്സമയം അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയായിരുന്നു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ.